ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബോഡിയിലുള്ള കറുത്ത പാടൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത്. നിങ്ങൾക്ക് കഴുത്തിലുള്ള കറുപ്പെല്ലാം മാറാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും കേട്ടോ. കഴുത്തിലുള്ള കറുപ്പ്, കക്ഷത്തിലുള്ള കറുപ്പ്, ബോഡിയിൽ നിങ്ങൾക്ക് ഹോർമോണിൻ്റെ പ്രോബ്ലം കൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു കളർ ചേഞ്ച് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തക്കാളിയുടെ പേസ്റ്റാണ്. അതായത് ഒരു തക്കാളി മിക്സിയുടെ ജാറിൽ വെള്ളം ഇല്ലാണ്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം അതൊരു 2 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓട്സിൻ്റെ പൗഡറാണ്. ഓട്സ് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് കൂടുതൽ പൊടിച്ചിട്ട് നിങ്ങളൊരു ബോട്ടിലിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതൊരു 2 ടേബിൾ സ്പൂൺ, അതായത് നിങ്ങൾക്ക് ഫേസ്, കഴുത്ത്, കൈ, കാല് എല്ലാവരുടെയും വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടലമാവും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. കടലമാവ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന സാധനമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചെറുനാരങ്ങേൻ്റെ നീരാണ്. ചെറുനാരങ്ങേൻ്റെ നീര് ഒരു ടീസ്പൂണോളം മാത്രം മതിയാവും. ഒന്നിൻ്റെ ഫുള്ളൊന്നും ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ ചെറുനാരങ്ങ ചിലരുടെ ഫേസിന് സൂട്ടാവില്ല എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ചെറുനാരങ്ങ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ ഫേസിലേക്ക് ഇടുന്നത് നന്നല്ല. പക്ഷേ നമ്മളൊരു ഫേസ് പാക്കിലെല്ലാം ആഡ് ചെയ്ത് മിക്സാക്കി തേക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അലർജി വല്ലതുള്ളവരാണെങ്കിൽ ചെറുനാരങ്ങ സ്കിപ്പ് ചെയ്യാം. പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തേനും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പാൽ ഒരു 1-2 ടേബിൾ സ്പൂണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിലുള്ള പാൽ അത്രയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ പാക്ക് ഒരിക്കലും ഭയങ്കര ടൈറ്റായി പോകാനും ഭയങ്കര ലൂസായി പോകാനും പാടില്ല. തേച്ചാൽ നമ്മളെ ഫേസിലും ബോഡിയിലെല്ലാം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന രൂപത്തിനുള്ള പാകത്തിന് നമ്മൾ അത് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ബാക്കി വന്നാൽ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ അതിൽ കൂടുതൽ വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓട്സിൻ്റെ പൗഡർ കുറച്ച് കൂടുതൽ നിങ്ങൾ പൊടിച്ച് വെക്കുകയെന്നാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഫുൾ ബോഡി തേക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോഡിയിൽ നിങ്ങളൊരു 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. പക്ഷേ ഫേസിലാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ് മിനിമം നിങ്ങൾ വെക്കണം. ഇനി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം കഴുകിക്കളയാം. അപ്പോൾ ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓട്സ് പൗഡർ പൊടിക്കുന്ന സമയത്ത് ആ ഒരു തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. തരിതരിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യാനും പാടില്ല. കാരണം ഡെയിലി അതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് അത് ദോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫേസ് പാക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു കിടിലൻ ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കൈകളിലേക്ക് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊന്നും പ്രശ്നമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യട്ടെ. താങ്ക്